ഇരിക്കുന്നത്. ഇനി അവനെ ഇപ്പൊ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയോന്ന്? ജോജി എവിടെ അച്ചോ? എന്തുണ്ടായി നിന്റെ മുഖം ഇത്രയേറെ പ്രസന്നമായിട്ട് ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ മോളെ. അവളുടെ അച്ഛൻ കാഞ്ഞുപോയി കാണും. ജോസൂട്ടി, എന്റെ അച്ചാച്ചൻ എന്നെ മോളേന്ന് വിളിച്ചോ? ഓ അതെ അച്ചോ, എന്നെ ഇപ്പൊ അച്ചാച്ചന് വലിയ കാര്യവാ. ജോജി എവിടെ അച്ചോ? ഞാൻ അവനെ കാണാൻ വേണ്ടിയാ ഓടി അലച്ചു വന്നത്. ഞങ്ങളും അവനെ തന്നെ അന്വേഷിക്കുന്നത്. അവൻ കുറച്ചു ദിവസമായിട്ട് ഇങ്ങോട്ട് വരാറില്ല. കാണാറില്ലെന്നോ? അവൻ പിന്നെ എവിടെ പോയി? നമുക്ക് അവന്റെ വീട്ടിൽ പോയെന്ന് അന്വേഷിച്ചാലോ? ഇനി അവൻ വീണ്ടും കാട് കയറിയോന്ന് അറിയാലോ. അതാ നല്ലത്. നിങ്ങൾ ഇനി അധികം സമയം കളയണ്ട, വേഗം ചെല്ല്. പിന്നെ അവനെ കാണുകയാണെങ്കിൽ ഈ 26-ാം തീയതിയാണ് നമ്മുടെ രൂപതാ വാർഷികമെന്നും നമ്മളോട് എല്ലാവരോടും ചെല്ലാൻ ഡയറക്ടർ അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്നും ഒന്ന് പറയണം. മക്കളോ, നമുക്ക് അകത്തോട്ടിരിക്കാം. ശരി. ഇല്ലമ്മേ, കേറുന്നില്ല. ഞങ്ങള് ജോജി ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ജോജി ഇല്ലേ ഇവിടെ? അവൻ വീണ്ടും അതെ മക്കളെ, അവൻ വീണ്ടും ഇത് കണ്ടോ? അവൻ പോകുന്നതിന് മുൻപ് എഴുതി ഒട്ടിക്കാറുള്ള കുറിപ്പുകളാണ് ഇതെല്ലാം. എന്നാൽ ഇത്തവണ അവൻ പോകുമ്പോ എഴുതി വെച്ച കുറിപ്പ് കണ്ടോ? കാണിച്ചേ. എന്റെ മോൻ ഇതെന്ത് ഭാവിച്ചോണ്ടാണോ? അവനൊരു പാവ. അവനെ എല്ലാവരും കൂടി വട്ടം കറക്കുക. എന്തു പറ്റി ആഷ്ലി? എന്തു പറ്റിയടി? എന്നോട് ക്ഷമിക്കൂ ക്രിസ്റ്റീന, എന്നോട് ക്ഷമിക്കടാ. എന്താന്ന് വെച്ചാ കാര്യം പറ. ഞാൻ കാരണമാ ഇത്തവണ ജോജി കാട് കയറിയത്. നീ കാരണോ? അതെ. നിനക്ക് അങ്ങനെ വല്ല മോഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് ആയിക്കൂടായിരുന്നു. അവന്റെ സ്വഭാവം അറിയുന്നിട്ടും നീ അവനോട് തന്നെ. ഇനി നാം അതും ഇതും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് എങ്ങനെയും ജോജിയെ കണ്ടെത്തണം. എങ്ങനെ? അതിനൊക്കെ വഴിയുണ്ട്. അവൻ നമ്മോടൊരു ശാന്തിദാസച്ചനെ കുറിച്ച് പറയാറില്ലേ? ഉണ്ട്. അതിന് അദ്ദേഹത്തെ കുറിച്ച് ചായക്കടയിൽ ആരൊക്കെയോ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞാൽ ജോജി എവിടെയുണ്ടെന്ന് അച്ഛൻ നമുക്ക് പറഞ്ഞു തരും. ഹലോ, അതെ. എന്താ സാർ, പറയൂ. ഇല്ലല്ലോ സാർ. എന്താ സാർ? ആണോ സാർ? ഞാനിത് എല്ലാവരോടും പറഞ്ഞേക്കാം. ശരി സാർ, ശരി. ഓക്കെ, താങ്ക് യു. എന്താ ആഷ്ലി? എടി, ജോജിയുടെ മാഷ വിളിച്ചേ. അവൻ എല്ലാ വിഷയത്തിലും A+ ഉണ്ടെന്ന്. സത്യം? അതേടാ. എന്നാ നീ ഒന്നും ആലോചിക്കാല്ല. നീ ജോജിയെ കണ്ടുപിടിച്ചിട്ടേ നമുക്ക് വിശ്രമമുള്ളൂ.
അപ്പച്ച, ഒരു ശാന്തിദാസച്ചനെ അറിയോ? മക്കളെ, നിങ്ങൾ അന്വേഷിക്കുന്ന ശാന്തിദാസച്ചൻ ഞാനാണ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഞങ്ങൾ അച്ഛന്റെ കൂടെയുള്ള ജോജിയെ അന്വേഷിച്ചിറങ്ങിയതാ. ഞങ്ങള് ജോജിയുടെ കൂട്ടുകാരാ. നിങ്ങൾ അന്വേഷിക്കുന്ന ജോജി എന്റെ കൂടെയുണ്ട്. വരൂ, ഞാൻ കാണിച്ചു തരാം. വരൂ. നീ കിടന്ന് തിരക്ക് കൂട്ടാതരാ. ദാ ആ കാണുന്നതാ. നടക്കങ്ങോട്ട്. ഹോ, ദാ ആ കാണുന്നതാ ജോജി താമസിക്കുന്ന വീട്. നിങ്ങൾ അങ്ങോട്ട് ചെല്ല്, അവനവിടെ കാണും. ചെല്ലു മക്കളെ. അതോ? അയ്യേ, ആ വീട്ടിലേക്ക് വരാനാണോ ഞങ്ങൾ ഇത്രയും ദൂരം കഷ്ടപ്പെട്ടു വന്നത്? അതെന്തു ആകട്ടെ, നിങ്ങൾ ചെല്ല്. ജോജിയേ, ആരാത്? വിശന്നിട്ട് വയ്യ, പിന്നെ വല്ലോണ്ട് എടുക്കടാ. നിങ്ങൾ ഇവിടെ? ഞങ്ങള് നിന്നെ അങ്ങ് മറന്നു കളയെന്ന് വിചാരിച്ചോ? നീ എന്ത് പണിയാടി കാണിച്ചേ? അത് പിന്നെ നമ്മളേറെ സ്നേഹിക്കുന്നവർ തന്നെ നമ്മെ തെറ്റിദ്ധരി. വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. ഇവിടെ വല്ല തിന്നാനുണ്ടോ? നീ ഒന്നും പറയണ്ട. ആഷ്ലി ഞങ്ങളോട് എല്ലാം പറഞ്ഞു. അവൾക്ക് അങ്ങനെയൊക്കെ നിന്നോട് പെരുമാറേണ്ടി വന്നതിൽ വിഷമമുണ്ട്. അതൊക്കെ മറക്കാനും പൊറുക്കാനും നിനക്ക് സാധിക്കും. കാരണം നീയാണ് ഞങ്ങളുടെ വഴികാട്ടി. നീ പോയപ്പോ എന്തെല്ലാം അത്ഭുതങ്ങൾ അവിടെ നടന്നെന്ന് അറിയാവോ? ദേ, ഇവിടെ അച്ചാച്ചനെ വണ്ടി ഇടിച്ചു. വണ്ടി ഇടിച്ചോ? എന്നിട്ട്? ഞാൻ പറയട്ടെ, ആ വണ്ടിയുടെ അയാളുടെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു. അച്ചാച്ചൻ എന്നെ മോളേന്ന് വിളിച്ചു ജോജി. അവസാനം ക്രിസ്റ്റീനയുടെ പ്രാർത്ഥനയ്ക്കും ഉത്തരം കിട്ടിയല്ലേ? നീയും വിഷമിക്കുകയൊന്നും വേണ്ട. നിന്റെ പ്രാർത്ഥനയും ദൈവം കേട്ടു ജോജി. എന്റെയോ? അതേടാ, നിന്റെ പരീക്ഷയുടെ റിസൾട്ട് വന്നു. നിനക്ക് എല്ലാ വിഷയത്തിനും A+. സത്യമാണോ നീ പറഞ്ഞത്? അതേടാ. യാ! സാരമില്ല. അപ്പോൾ ഇനി എന്റെ വനവാസകാലം അവസാനിപ്പിക്കാമല്ലേ? എന്നിട്ട് നിന്റെ അച്ചാച്ചന്റെ കാര്യമൊന്നും പറഞ്ഞല്ലോ. ഇപ്പൊ ആൾക്കെങ്ങനെയുണ്ട്? ആ, അക്കാര്യം കൂടി പറയാനാണ് ഞങ്ങൾ നിന്നെ അന്വേഷിച്ചു വന്നത്. എന്റെ അച്ചാച്ചന്റെ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നുപോയി. നീ വിചാരിച്ചാൽ ഞാൻ ഈ വൈദ്യരച്ചന്റെ കൂടെ കൂടി അല്പം മുറിവൈദ്യമെല്ലാം പഠിച്ചിട്ടുണ്ടെന്നല്ലാതെ ഇവിടെ തിന്നാനോ ഇല്ല. ഞാൻ അല്പം വെള്ളം ഉണ്ടെങ്കിൽ കുടിക്കട്ടെ. നീ വിഷമിക്കൊന്നും വേണ്ട. നമുക്ക് വൈദ്യരച്ചനോട് പറയാം. അദ്ദേഹം എന്തെങ്കിലും വഴി പറഞ്ഞു തരാതിരിക്കില്ല. 1 2 മരുന്നൊക്കെ ഉണ്ട്. പക്ഷേ പിന്നെന്താണച്ചോ ഒരു പക്ഷേ? മോനെ ജോജി, ആ മരുന്നുകൾ പോയി പറിച്ചുകൊണ്ടുവരിക എന്ന് പറയുന്നത് ഭയങ്കര അപകടം പിടിച്ച പണിയാണ്. കൊടും വനത്തിന്റെ ഉള്ളിൽ നിന്ന് രാത്രിക്ക് തന്നെ ആ മരുന്നുകൾ ശേഖരിച്ച് കാടിറങ്ങി നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ അവ ഇടിച്ചു പിഴിഞ്ഞ് മരുന്നാക്കണം. ഇത്രയും ചെയ്താൽ പിന്നെ അണുവിട തെറ്റാതെയുള്ള ചികിത്സാ മുറയാണ്. അത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. പക്ഷേ കാട്ടിൽ പോയുള്ള മരുന്ന് ശേഖരണം